ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പലർക്കും ഒരുപാട് കൺഫ്യൂഷനുകളും ഒരുപാട് ഡൗട്ടുകളും ഉള്ള ചാപ്റ്ററാണ്. പക്ഷെ ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ദ എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ്? എങ്ങനെയാണ് ഒരു രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത്? നമുക്കറിയാവുന്നതാണ് മക്കളെ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ലൈക്ക് 3 സെക്ടറുകളുണ്ട്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അഥവാ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക കൃഷിയാണ്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക വ്യവസായമാണ്. തൃതീയ മേഖല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക സേവനമാണ്, അല്ലെ? നമ്മൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സർവീസസ്. ഈ 3 കൂടിയാൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഈ 3 പോയിന്റുകൾ വായിച്ചു നോക്കി നിങ്ങൾ. ഇൻക്രീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപ്പാദനം കൂടുന്നു. ഇൻക്രീസ് ഇൻ ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, കാർഷിക ഉൽപ്പാദനം കൂടുന്നു. ഗ്രോത്ത് ഇൻ ദ സർവീസ് സെക്ടർ, നമ്മുടെ സേവന മേഖല കൂടുന്നു. അതേസമയം അടുത്തൊരു ചോദ്യമാണ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ. നമ്മൾ വാങ്ങൽ ശേഷി കൂടുകയാണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതാണ്. എന്നാൽ അടുത്തതായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, ലിസ്റ്റ് ഔട്ട് ദ ഡെവലപ്മെന്റ് ഇൻഡിസസ്. വികസന സൂചികകൾ ഏതൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ വികസനം നോക്കുന്ന വികസന സൂചികകൾ നോക്കിയിട്ടാ. അതിൽ ഏറ്റവും ആൻഷ്യൻ പണ്ട് കാലഘട്ടം മുതലേ ഉപയോഗിച്ചു വരുന്ന സൂചികയാണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ. അത് പഴയ കാലഘട്ടം മുതലേ ഉപയോഗിച്ചു വരുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആണ്. പക്ഷെ അതിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട്. അതെന്താണ്? ഒരു ആവറേജ് വരുമാനം മാത്രമാണ് അതിൽ കണക്കാക്കുക. ആവറേജ് വരുമാനം മാത്രം, ശരാശരി വരുമാനം മാത്രമാണ് കണക്കാക്കുക. മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്താണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. മൂന്നാമത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക. അതേസമയം ഏറ്റവും അവസാനത്താണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മാനവ സന്തോഷ സൂചിക. നമ്മുടെ ഭൂട്ടാനൊക്കെ ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് മാനവ സന്തോഷ സൂചിക, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പൊ 4 ഡെവലപ്മെന്റ് ഇൻഡെക്സുകളാണ് ഉള്ളത്, വികസന സൂചികകളാണുള്ളത്: പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മക്കൾ മറന്നു പോകരുത്, നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യമാണ്, റൈറ്റ് ഡൗൺ any 3 challenges faced by development India. ഇന്ത്യയിൽ വികസനം നേരിടുന്ന വെല്ലുവിളികൾ ഏതെല്ലാമാണ്? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്നും ഡെവലപ്ഡ് അല്ല. ഇന്ത്യയിലെ വികസനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്ന് പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ ഇല്ലിറ്ററസി, നിരക്ഷരതയാണ്. മൂന്നാമത്തെ ഇനീക്വാലിറ്റി, അസമത്വമാണ്. നാലാമത്തെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയാണ്. ഇന്ത്യയിലെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ വികസനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇവയാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഡിഡ് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ലിസ്റ്റ് എനി ഓഫ് 3. സുസ്ഥിര വികസനം എന്നാൽ എന്ത്? അതിന്റെ 3 ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഈ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ഗോൾസ് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, അതിന്റെ കൂടെ തന്നെ നമ്മൾ സുസ്ഥിര വികസനം കൂടെ പഠിച്ചു വെക്കുക. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവി തലമുറക്കും കൂടെ ബാക്കിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഭൂമിയെ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സുസ്ഥിര വികസനം. അതിന്റെ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്: ഡെവലപ്മെന്റ് വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് present without compromising the ability of future generation to meet their own need. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് സുസ്ഥിര വികസനം. നമ്മൾ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് എന്തില്ല, അത് ഉപയോഗിക്കാൻ അവസരം ഇല്ലാതാവരുത്, അവർക്കും കൂടെ ബാക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതിന്റെ ഗോളുകൾ, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ ചോദിക്കുകയാണെങ്കിൽ എൻവറോൺമെന്റൽ ഗോളുകൾ അഥവാ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തേതാണ് എക്കണോമിക് ഗോൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. മൂന്നാമത്തെ സോഷ്യൽ ഗോൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. എൻവറോൺമെന്റൽ ഗോൾ, എക്കണോമിക് ഗോൾ, സോഷ്യൽ ഗോൾ, പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ട് പോകേണ്ട ചില ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും ഇന്നത്തെ മാരത്തോണിൽ നമ്മൾ വരുന്നതാണ്. മക്കൾ എല്ലാവരും മാരത്തോണിൽ ഉണ്ടായിരിക്കണം. നമുക്ക് അടിപൊളിയായിട്ട് മുഴുവൻ ചാപ്റ്ററുകളും സെറ്റാക്കി പഠിക്കണം. നമുക്ക് എല്ലാവർക്കും സോഷ്യൽ സയൻസിൽ ഫുൾ A+ തന്നെ നേടിയെടുക്കണം. നമ്മൾ നേടിയെടുത്തിരിക്കും.